ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു പാണ്ട കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഫുൾ ഡീറ്റെയിൽ ആയിട്ടില്ല, അതിൻ്റെ കുറച്ച് ഡിസൈനിങ് ചെയ്യുന്നത് മാത്രമാണ്. കീപ് വാച്ചിങ് ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക് റെഡിയാക്കിയിട്ടുണ്ട്, നല്ല സ്പോഞ്ച് കേക്ക്. അതിൽ 3ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു ഫസ്റ്റ് ലെയർ വെച്ചിട്ട് അതിൽ നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ചതിന് ശേഷം ഫിയാനോ ക്രീം നമ്മൾ അതിൻ്റെ മുകളിൽ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ ഇതുപോലെ ചോക്കോ ചിപ്സും വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും ചെറിയൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിന് സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ വീണ്ടും കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്കിൽ നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഫസ്റ്റ് ആക്കുന്ന വീഡിയോ എൻ്റെ നിന്ന് കട്ടായിപ്പോയി, അതുകൊണ്ടാണ്. അതേ സ്റ്റെപ്പ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഫിയാനോ ക്രീം വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ചിപ്സൊക്കെ ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി വേണ്ടവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അതേ സെയിം കേക്ക് തന്നെയാണ് ഇപ്പോൾ റെഡിയാക്കിയിട്ടുള്ളത്. നമ്മൾ ചോക്കോ ചിപ്സും ജെറിയൊക്കെ വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കാം. അതിൽ നന്നായിട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഷുഗർ സിറപ്പ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. തേർഡ് സ്പോഞ്ച് കേക്ക് വെച്ചതിന് ശേഷം കുറച്ച് മാത്രം നമ്മൾ ക്രീം ചെയ്തിട്ട് ഒന്ന് സൈഡിലൊക്കെ ഉള്ള ക്രീം ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ക്രം കോട്ടിങ് ചെയ്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുക ചെയ്യുന്നത്. ഒരു 1.5 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ട് ബാക്കി നമുക്ക് സെക്കൻഡ് ഇതിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം രണ്ടാമത്തെ കോട്ടിംഗ് ആയിട്ട് നമുക്ക് വീണ്ടും നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഇതുപോലെ നന്നായിട്ട് നല്ല തിക്കായിട്ട് ഫസ്റ്റ് മുകളിൽ ചെയ്തതിന് ശേഷം സൈഡിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ കോട്ടിങ്ങും ക്രീമും കൂടി ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കാം, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി. ആ ടൈം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ പാണ്ട കേക്കാണ് റെഡിയാക്കുന്നത്, അപ്പോൾ അതിൻ്റെ കണ്ണും മൂക്കൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടി ഞാനിവിടെ എടുത്തത് ബ്ലാക്ക് ഫോണ്ടൻ്റ് ആണ്. ബ്ലാക്ക് ഫോണ്ടൻ്റ് പരത്തിയതിന് ശേഷം കണ്ണിൻ്റെ ഒരു ആകൃതിയിൽ നമുക്ക് എങ്ങനെയാണോ ഷേപ്പ് വേണ്ടത് ആ ഷേപ്പ് അനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് അതേ സൈസിൽ അതേ അളവിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരേ അളവ് കിട്ടാൻ വേണ്ടിയാണ് ഒന്നിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൈറ്റ് ഫോണ്ടൻ്റ് എടുത്തിട്ട് ഇതുപോലെ കുറച്ച് വലിയൊരു ബൗളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ആ വൈറ്റ് പോർഷൻ ആക്കിയിട്ട് വെക്കാനാണ് ഇതുപോലെ ഒരു ബൗളാക്കിയിട്ട് വെച്ചെടുത്തിട്ടുള്ളത്. ഇനി ഒരു ചെറിയ ബ്ലാക്ക് ഉരുളകളാക്കിയിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിൽ, നമ്മൾ വൈറ്റിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാൻ. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു വൈറ്റ് ഭാഗം. അങ്ങനെയാണ് നമ്മളൊരു കണ്ണിൻ്റെ നല്ലൊരു പെർഫെക്ഷൻ കിട്ടാൻ. ഇതാ നമ്മളെ കണ്ണിൻ്റെ ഏകദേശം ഭാഗം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോസ് ഉണ്ടാക്കണം, അതിൻ്റെ മൂക്ക് റെഡിയാക്കാം. പാണ്ടൻ്റെ മൂക്കും വായും എല്ലാം ബ്ലാക്ക് തന്നെയാണല്ലോ, അപ്പം ബ്ലാക്ക് ഫോണ്ടൻ്റ് വെച്ചിട്ടാണ് നമ്മൾ മൂക്കും വായും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ വൈറ്റ് ഭാഗം നമ്മൾ ബ്ലാക്കിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ കണ്ണ് സെറ്റായി, മൂക്കും സെറ്റായി. നമ്മൾ നേരത്തെ സെക്കൻഡ് കോട്ടിങ് കൊടുത്തിട്ട് ഫ്രീസറിൽ വെച്ച് കേക്ക് എടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ ഗ്രാസ് നോസിൽ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗം ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ ഗ്രാസ് നോസിൽ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ കണ്ണൊക്കെ ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ട് ഭാഗവും ഇതുപോലെ കണ്ണ് നമ്മൾ അളവ് നോക്കിയിട്ട് വെച്ച് കൊടുക്കാം.
2 കണ്ണും വെച്ച് നെക്സ്റ്റ് മൂക്ക്. നമ്മൾ വായി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ല, ഇപ്പോൾ റെഡിയാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. വായി ഒരു ചിരിക്കുന്ന രീതിയിലുള്ള വായിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ റെഡ് കളർ ഫോണ്ടൻ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു ചിരിക്കുന്ന മുഖമല്ലേ ഇഷ്ടം, അപ്പോൾ ഒരു ചിരിക്കുന്ന ഒരു ടൈപ്പിലായിട്ടാണ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ സെറ്റായിട്ടുണ്ട്. എന്തോ ഒരു കുറവില്ലേ, ബാക്കിയില്ലേ? നമ്മൾ ഇയർ ആക്കിയിട്ടില്ല. നമ്മൾ ചെവി വെച്ച് കൊടുക്കാം. ചെവി ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ്. നമ്മൾ കണ്ണിൻ്റെ കുറച്ച് മുകൾ ഭാഗമായിട്ട് ഇതുപോലെ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് അതിൻ്റെ ഇയർ ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ പാണ്ട കേക്ക് സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ അടുത്തൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.